ഉത്തര കൊറിയയുടെ നാവികശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ ചോ ഹ്യോണിൽ നിന്ന് ക്രൂയിസ് മിസൈലുകളും യുദ്ധവിരുദ്ധ മിസൈലുകളും വിജയകരമായി പരീക്ഷിച്ചു. ഏപ്രിൽ 12 നടന്ന ഈ പരീക്ഷണങ്ങൾ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ നേരിട്ടെത്തി വിലയിരുത്തിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസി KCNA റിപ്പോർട്ട് ചെയ്യുന്നു. 2 ക്രൂയിസ് മിസൈലുകളും 3 ആന്റി വാർഷിപ്പ് മിസൈലുകളുമാണ് വിക്ഷേപിച്ചത്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തിന് മുകളിലൂടെ പറന്ന ഈ മിസൈലുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അതീവ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ക്രൂയിസ് മിസൈലുകൾ ഏകദേശം 8000 സെക്കൻഡ് വരെയും യുദ്ധക്കപ്പൽ വിരുദ്ധ മിസൈലുകൾ 2000 സെക്കൻഡ് വരെയുമാണ് ആകാശത്ത് സഞ്ചരിച്ചത്. ഈ പരീക്ഷണത്തോടൊപ്പം തന്നെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന 2 ഡിസ്ട്രോയറുകളുടെ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളും സൈനിക ഉദ്യോഗസ്ഥർ കിം ജോങ് ഉന്നിന് വിശദീകരിച്ചു നൽകിയിരുന്നു. രാജ്യത്തിന്റെ ആണവയുദ്ധ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് കിം ജോങ് ഉൻ ഈ അവസരത്തിൽ സൈനികരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ആക്രമണശേഷിയും പ്രതികരണ സന്നദ്ധതയും മെച്ചപ്പെടുത്താൻ അദ്ദേഹം നാവിക കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകി. 5000 ടൺ ഭാരമുള്ള ചോഹ്യൂൺ ക്ലാസ് കപ്പലിൽ മുൻപും സമാനമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാർച്ചിൽ കിമ്മിന്റെ സാന്നിധ്യത്തിൽ നടന്ന മിസൈൽ പരീക്ഷണത്തിന് ശേഷമുള്ള നിർണായകമായ ഒരു നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് അതിർത്തി ലംഘിച്ച് ദക്ഷിണ കൊറിയൻ ഡ്രോണുകൾ ഉത്തര കൊറിയൻ ആകാശ പരിധിയിൽ പ്രവേശിച്ച സംഭവത്തിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് ഖേദപ്രകടനം നടത്തിയത്. എന്നാൽ അതിനെ പ്രശംസിച്ചുകൊണ്ട് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ എല്ലാവരെയും അമ്പരപ്പിക്കുകയും ചെയ്തു. ലീയുടെ ഖേദപ്രകടനം തുറന്ന മനസ്സുള്ള ഒരാളുടെ മനോഭാവമാണ് എന്ന് കിം ജോങ് ഉൻ വിശേഷിപ്പിച്ചതായി അദ്ദേഹത്തിന്റെ സഹോദരി കിം യോ ജോങ് ഒരു പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. കിം ജോങ് ഉൻ എന്ന ഉത്തര കൊറിയൻ ഭരണാധികാരി ലോകത്തെ ഏറ്റവും നിഗൂഢമായ ഒരു ഭരണ സംവിധാനത്തിന്റെ അമരക്കാരനാണ്. ഡൊണാൾഡ് ട്രംപിനൊത്ത ഒരു എതിരാളി തന്നെയാണ് കിം എന്ന് വേണമെങ്കിൽ പറയാം. നിധി കാക്കുന്ന ഒരു ഭൂതത്തെ പോലെ ഉത്തര കൊറിയയെ ഒരു കോട്ട കെട്ടി പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ് കിം ചെയ്യുന്നത്. രാജ്യത്തിന് പുറത്തു പോകാൻ ഒരാൾക്കും അനുവാദമില്ല. ടെലിവിഷനും റേഡിയോയും പത്രങ്ങളും എല്ലാം സർക്കാരിൻ്റെത് മാത്രമാണ്. അറിയേണ്ടത് സർക്കാർ പറയും. ഇന്റർനെറ്റ് ഇല്ല. കിം അറിയാതെ ഒരു ഇല പോലും അവിടെ അനങ്ങില്ല. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയിൽ നിന്ന് പുറത്തു വരുന്ന ഏതു വാർത്തയും ലോകം ആഘോഷമാക്കും. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇതുപോലെയാണെന്നാണ് ഉത്തര കൊറിയയിലുള്ള ആളുകൾ കരുതുന്നതെന്ന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ പലപ്പോഴും പരിഹസിക്കാറുണ്ട്. ലോകം ഉത്തര കൊറിയ പോലെ അല്ലെന്നും അതിന് പുറത്ത് നല്ലൊരു ജീവിതവും സംഗീതവും സിനിമകളും ഒക്കെയും ഉണ്ടെന്ന് ഈ അയൽക്കാരെ അറിയിക്കാൻ വേണ്ടി ദക്ഷിണ കൊറിയ നന്നായി പണിയെടുക്കുന്നുമുണ്ട്. ഉത്തര കൊറിയയുടെ അതിർത്തിയിൽ ഉടനീളം കൂറ്റൻ ലൗഡ് സ്പീക്കറുകൾ സ്ഥാപിച്ചാണ് ദക്ഷിണ കൊറിയയുടെ ഈ സംഗീത പരിപാടി. അതിലൂടെ പാട്ടുകൾ ഉച്ചത്തിൽ മുഴങ്ങും. അതുകൂടാതെ ഷോർട്ട് മീഡിയം വേവുകളിൽ അർദ്ധരാത്രികളിൽ ഉത്തര കൊറിയയിലുള്ളവർക്ക് രഹസ്യമായി കേൾക്കാൻ പാകത്തിന് പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റർമാരുമുണ്ട്. കള്ളക്കടത്ത് പോലെ 2 കൊറിയകൾക്കുമിടയിൽ പഴച്ചാക്കുകളിലും ഭക്ഷണ പൊതികളിലും ഒളിപ്പിച്ച് USB സ്റ്റിക്കുകളും മൈക്രോ SD കാർഡുകളും അതിർത്തി കടന്നു വരും. സുഖലോലവുമായി ജീവിതം കാണിക്കുന്ന കൊറിയൻ സിനിമകളും പോപ്പ് സംഗീതവും ഒപ്പം കിമ്മിനെതിരെയുള്ള വാർത്തകളുമാകും അതിനുള്ളിൽ ഉണ്ടാകുന്നത്. എന്നാൽ മിക്കവാറും ഇത്തരം കള്ളക്കടത്തെല്ലാം ഉത്തര കൊറിയ കൈയോടെ പൊക്കുകയും ചെയ്യും. കിം വിരുദ്ധ വികാരം പടർത്താൻ, രാജ്യത്തെ നശിപ്പിക്കാൻ അമേരിക്ക ഫണ്ട് ചെയ്ത് വരുന്നതാണ് ഈ സാധനങ്ങൾ എന്നാണ് കിം ജോങ് ഉൻ അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്.